കൊല്ലം ഇരവിപുരം വഞ്ചിയിൽ കോവിലിൽ കാർ നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച അപകടം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പള്ളിമുക്ക് ഭാഗത്തു നിന്നും ഇരവിപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം തെറ്റിയത്. നിയന്ത്രണം തെറ്റിയ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു. പോസ്റ്റ് രണ്ടായൊടിഞ്ഞ് റോഡിലേക്ക് ചരിഞ്ഞു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങൾ കടന്നു പോയതിനു ശേഷമാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. ഇലക്ട്രിസിറ്റി ബോർഡിനും വൈഫൈ കണക്ഷൻ വലിച്ചിരുന്ന കേബിളുകൾക്കും ഉൾപ്പെടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. പള്ളിമുക്ക് സെക്ഷനിലെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇടറോഡുകൾ പ്രധാന റോഡിലേക്ക് വന്നുചേരുന്ന ഭാഗത്തായാണ് അപകടം സംഭവിച്ചത്. ഏകദേശം ഒരു 3-5 അടുപ്പിച്ച ഭയങ്കര സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് നമ്മളെ വീട്ടിന്റെ അത് ഇടിച്ച്, പിന്നെ അതിൻ്റെ ആ കേബിൾ വിഷയുണ്ട് അവരെ പോസ്റ്റും, പിന്നെ ബാക്കി 2-3 കേബിളുകാരുടെ ഉണ്ട് അവരുടേതും, പിന്നെ BSNL അവർക്ക് 4 കൂട്ടർക്ക് നഷ്ടമുണ്ട്. അതിനകത്ത് 4-5 കൂട്ടർക്ക് നഷ്ടമുണ്ട്. എന്തായാലും ഇന്ന് വഞ്ചിയിൽ ശ്രീ ശരവണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവമാണ്. എന്തായാലും കാവടിയും കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്ന എന്തായാലും ആളപായം ഉണ്ടാകാൻ ദൈവത്തിന്റെ ഒരു കൈപുണ്യമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.